ഹലോ, ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഒക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇതൊക്കെ ചേരുന്നതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു. അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാലും കാണാൻ സാധിക്കും. അപ്പോൾ തുടങ്ങാം. CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് CPU. ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് CPU. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. എന്താണ്? ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിംഗ് പോലെയുള്ള കാര്യങ്ങളാണ് എന്തിൽ നടക്കുന്നത്? CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഒരു CPUവിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. പിന്നെ അത് കണക്ക് കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പോൾ ഇവ മൂന്നും എന്താണെന്ന് വിശദമായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകം എടുത്ത് തന്നെ പഠിക്കണം. ALU അഥവാ എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇതിലെന്താണ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിലെ ഗണിതക്രിയകൾ, ലോജിക്കൽ കാൽക്കുലേഷൻസ് എന്നിവ ചെയ്യുന്ന CPUവിലെ ഭാഗമാണ് ALU. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ സങ്കലനം, ഗുണനം, ആൻഡ്, നോട്ട് കാൽക്കുലേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗണിതക്രിയകളും ലോജിക്കൽ കാൽക്കുലേഷൻസും ചെയ്യുന്നത് ഏതിലാണ്? ALUവിലാണ്. അടുത്തതെന്താണ്? കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത്. അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും. അതാണ് കൺട്രോൾ യൂണിറ്റ്. അടുത്തതെന്താണ്? മെമ്മറി യൂണിറ്റ് എന്താണെന്നാണ്. എന്താണ് മെമ്മറി യൂണിറ്റ്? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്ന CPUവിൻ്റെ ഭാഗമാണ് മെമ്മറി യൂണിറ്റ്. അതായത് നമ്മൾ കുറേ ഇൻപുട്ട് ഉപകരണങ്ങൾ പഠിച്ചു അല്ലേ? അതായത് കീബോർഡ്, മൗസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻപുട്ട് ഉപകരണങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതുവഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തുന്നു. അപ്പോൾ ആ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ കമ്പ്യൂട്ടറിൽ ഒരിടം വേണ്ടേ? അപ്പോൾ ആ ഇടമാണ് എന്ത്? മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. എന്താണ് പ്രൈമറി മെമ്മറി? ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി ഏത്? അപ്പോൾ ഉത്തരം എന്തെഴുതും? പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റാം എന്നും റോം എന്നും. റാം എന്നാൽ റാൻഡം ആക്സസ് മെമ്മറിയും റോം എന്നാൽ റീഡ് ഒൺലി മെമ്മറിയും. അപ്പോൾ അതെന്താണെന്ന് വിശദമായിട്ട് പഠിക്കണം. റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക മെമ്മറി, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പവർ ഓഫ് ചെയ്യുമ്പോൾ ഈ റാമിലുള്ള ഡേറ്റകളെല്ലാം നഷ്ടമാകും. അതുകൊണ്ടാണ് ഇതിന് താൽക്കാലിക മെമ്മറി അഥവാ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സേവിങ് എന്ന് പറയുന്നത്. നമ്മൾ സേവിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് സേവിങ്? റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്നതിനെയാണ് നമ്മൾ സേവിങ് എന്ന് പറയുന്നത്. റാമിന് നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടും, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. അപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം എന്നുള്ള കാര്യം മറക്കരുത്. റാം പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാം. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. അപ്പോൾ മറക്കരുത് റാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. താൽക്കാലിക മെമ്മറി അഥവാ വോളറ്റൈൽ മെമ്മറി, അതായത് പവർ ഓഫ് ചെയ്യുമ്പോൾ ഡേറ്റകൾ നഷ്ടപ്പെടുന്നു. പിന്നെ സേവിങ് എന്താണെന്ന് പഠിച്ചു. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുമെന്ന് പഠിച്ചു. റാം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്, സ്റ്റാറ്റിക് മെമ്മറി അഥവാ സ്റ്റാറ്റിക് റാം അഥവാ ഡൈനാമിക് റാം. അടുത്തത് റോം, റീഡ് ഒൺലി മെമ്മറി. എന്താണ് റീഡ് ഒൺലി മെമ്മറി? റോം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം മെമ്മറിയാണ്. അതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയും? നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് ചെയ്യുമ്പോൾ എന്ത് നഷ്ടപ്പെടുന്നില്ല? ഡേറ്റ നഷ്ടപ്പെടുന്നില്ല. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേം വെയർ എന്നാണ്. എന്താണ്? റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫേം വെയർ എന്നാണ്.
അടുത്തത് സെക്കൻഡറി മെമ്മറിയെക്കുറിച്ച് പഠിക്കാം. എന്താണ് സെക്കൻഡറി മെമ്മറി? കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡറി മെമ്മറി. കമ്പ്യൂട്ടറിന് പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കും. അതായത് നമ്മൾ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്റ്റ് ഡിസ്ക്, പെൻ ഡ്രൈവ്, ഇതെല്ലാമാണ് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. CPU-ന് നേരിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത മെമ്മറി യൂണിറ്റാണ് സെക്കൻഡറി മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി എന്നും പറയും. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, കോമ്പാക്റ്റ് ഡിസ്ക്, പെൻ ഡ്രൈവ്. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പഠിക്കാം. ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മെഗാബൈറ്റ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മെഗാബൈറ്റ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്. ഹാർഡ് ഡിസ്കിനെ വിഭജിച്ചിരിക്കുന്നത് ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ടാണ്. ഹാർഡ് ഡിസ്കിനെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് അളക്കുന്നത് റവല്യൂഷൻ പെർ മിനിറ്റ് അഥവാ RPM-ലാണ്. എന്നാൽ അതിൻ്റെ സ്പീഡ് അളക്കുന്നത് എങ്ങനെയാണ്? റവല്യൂഷൻ പെർ മിനിറ്റ് അഥവാ RPM. ഹാർഡ് ഡിസ്കിൽ സെക്ടേഴ്സും ട്രാക്സും സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ് ഡിസ്കിൽ സെക്ടേഴ്സും ട്രാക്സും സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക് എന്താണെന്നാണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉപജ്ഞാതാവ് അലൻ ഷുഗർട്ടാണ്. അലൻ ഷുഗർട്ടാണ് ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉപജ്ഞാതാവ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം 3.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം എന്താണ്? 3.5 ഇഞ്ചസ്. സാധാരണ ഫ്ലോപ്പി ഡിസ്ക് മെമ്മറി എന്ന് പറയുന്നത് 1.44 മെഗാബൈറ്റ് ആണ്. എന്താണ്? ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്ക് മെമ്മറി എന്ന് പറയുന്നത് 1.44 മെഗാബൈറ്റ് ആണ്. ഫ്ലോപ്പി ഡിസ്കിൽ പൂശിയിരിക്കുന്ന ലോഹമാണ് അയൺ ഓക്സൈഡ്. എന്താണ്? ഫ്ലോപ്പി ഡിസ്കിൽ പൂശിയിരിക്കുന്ന ലോഹം ഏതാണ്? അയൺ ഓക്സൈഡ്. അടുത്തത് കോമ്പാക്റ്റ് ഡിസ്കിനെ കുറിച്ച് പഠിക്കാം. കോമ്പാക്റ്റ് ഡിസ്കിന് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംഭരണശേഷി കൂടുതലും എന്നാൽ ഹാർഡ് ഡിസ്കിനേക്കാൾ സംഭരണശേഷി കുറവുമാണ്. ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ കൂടുതലാണ്, പക്ഷേ ഹാർഡ് ഡിസ്കിനേക്കാൾ കുറവാണ്. അപ്പോൾ ഒരു സാധാരണ CD അഥവാ നമ്മൾ CD എന്ന് പറയത്തില്ലേ, CDയുടെ ഫുൾ ഫോമാണ് കോമ്പാക്റ്റ് ഡിസ്ക്. അപ്പോൾ സാധാരണ CDയുടെ മെമ്മറി എന്ന് പറയുന്നത് ഏകദേശം 650 to 750 MB ആണ്. 650 മുതൽ 750 MB വരെയാണ് ഒരു സാധാരണ CDയുടെ മെമ്മറി. ഒരു CDയുടെ വ്യാസം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഒരു CDയുടെ വ്യാസം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. CDയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലേസർ ടെക്നോളജി. ലേസർ ടെക്നോളജിയാണ് CDയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. അപ്പോൾ കോമ്പാക്റ്റ് ഡിസ്ക് അഥവാ CDക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. CD, DVD, ബ്ലൂറേ, ഇതെല്ലാം കോമ്പാക്റ്റ് ഡിസ്കുകൾക്ക് ഉദാഹരണമാണ്. ഒരു DVD-യുടെ മെമ്മറി എത്രയാണ്? 4.7 ജിഗാബൈറ്റ് അഥവാ GB ആണ്. ഒരു DVD-യുടെ മെമ്മറി എത്രയാണ്? 4.7 GB. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഫ്ലോപ്പി ഡിസ്കിൻ്റെ മെമ്മറി എത്രയാണ്? 1.44 മെഗാബൈറ്റ്. CDയുടെ മെമ്മറി എത്രയാണ്? CD എന്ന് പറഞ്ഞാൽ DVD-യുടെ മെമ്മറി എത്രയാണ്? 4.7 GB. ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് നമ്മൾ പറയുന്നത്. ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത് ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ്. ബ്ലൂറേ ഡിസ്കിൻ്റെ മെമ്മറി 25 ജിഗാബൈറ്റ് സിംഗിൾ ലെയർ ആൻഡ് 50 ജിഗാബൈറ്റ് ഡ്യുവൽ ലെയർ ആണ്. ബ്ലൂറേ ഡിസ്കിൻ്റെ മെമ്മറി എങ്ങനെയാണ് പറയുന്നത്? 25 GB സിംഗിൾ ലെയർ ആൻഡ് 50 GB ഡ്യുവൽ ലെയർ. അപ്പോൾ ആ മെമ്മറിയുടെ മെമ്മറി നമുക്കൊന്ന് പ്രത്യേകം ഒന്നുകൂടെ പറയാം. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സാധാരണ ഫ്ലോപ്പി ഡിസ്ക് മെമ്മറി 1.44 മെഗാബൈറ്റ്. പിന്നെ എന്താണ് പഠിച്ചത്? ഒരു സാധാരണ CDയുടെ മെമ്മറി 650 മുതൽ 750 MB. ഒരു DVD-യുടെ മെമ്മറി 4.7 GB. ബ്ലൂറേ ഡിസ്കിൻ്റെ മെമ്മറി 25 GB സിംഗിൾ ലെയർ ആൻഡ് 50 GB ഡ്യുവൽ ലെയർ. ഫ്ലാഷ് ഡ്രൈവ് എന്നറിയപ്പെടുന്ന മെമ്മറി ഉപകരണമാണ് പെൻ ഡ്രൈവ്. എന്താണ്? ഫ്ലാഷ് ഡ്രൈവ് എന്നറിയപ്പെടുന്ന
മെമ്മറി ഉപകരണമാണ് പെൻ ഡ്രൈവ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ക്യാഷെ മെമ്മറി എന്താണെന്നാണ്. എന്താണ് ക്യാഷെ മെമ്മറി? ഒരു പ്രോഗ്രാമിൻ്റെയോ ഡേറ്റയുടെയോ നിശ്ചിത ഭാഗം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള ഹൈസ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. എന്താണ്? ഒരു പ്രോഗ്രാമിൻ്റെയോ ഡേറ്റയുടെയോ നിശ്ചിത ഭാഗം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള ഹൈസ്പീഡ് മെമ്മറി. പ്രോസസ്സിംഗ് സ്പീഡ് ഉയർത്താൻ ക്യാഷെ മെമ്മറി സഹായിക്കുന്നു. കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയും എന്ത് തന്നെയാണ്? ക്യാഷെ മെമ്മറി. അപ്പോൾ ഇത്രയുമായിരുന്നു വീഡിയോ. ഇനി നമ്മൾ മെമ്മറിയുടെ പല യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.